ലൈക്ക് കുറെ ആൾക്കാർ മോദി സാറിനെ പറയുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് വളരെ അധികമായി പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് സ്പെഷ്യൽ ടീം തന്നെയാണ് കണ്ടുപിടിച്ചത്. പക്ഷേ നമ്മളെ സംരക്ഷണ പട്ടാളക്കാരും ഇങ്ങനെ സ്റ്റുഡൻസ് തല്ലുന്നത് കാണുമ്പോൾ ആസെ നമ്മൾ അതേ ലെവലിൽ അത് ഇത് ഈ കുറ്റിപ്പുറം പാലത്തിന്റെ ചോട്ട് പോയിട്ട് കുണ്ടനടിച്ചതിന് ആൾക്കാർ ഇട്ടിട്ട് ഓടിച്ചിട്ട് മെച്ചമായിട്ടല്ലത്. ഇത് ആൾക്ക് കഷ്ടപ്പെട്ടിട്ട് പഠിച്ച് ആ എഴുതിയ പരീക്ഷന്റെ പേപ്പർ ചോർന്ന് ലക്ഷക്കണക്കിന് രൂപക്ക് ഓരോരുത്തർക്ക് ലീക്കാക്കി അവരെഴുതി അവര് ജയിച്ച് ഈ പഠിച്ച പാവങ്ങൾക്ക് ഒരു ഇതും കിട്ടാതെ ക്വസ്റ്റ്യനും കിട്ടാതെ വന്ന ആ ഒരു സംഭവത്തിന് തുടർന്ന് കുറെ ആൾക്കാർ മരിക്കുക, കുറെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അതാണ്. അല്ലാതെ ഈ കുറ്റിപ്പുറത്തെ പാലത്തിന്റെ ചോട്ടിലേക്ക് ചെക്കന്മാരെ കൊണ്ടുവന്നപ്പോ പൊന്തന്റെ ഉള്ളിൽ നിന്ന് നാട്ടുകാർ വളഞ്ഞിട്ട് തച്ചന അങ്ങനെ വിചാരിച്ചു. ഇതല്ല, മറ്റത് വേറെ. കുറ്റിപ്പുറത്തിന്റെ ചോട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരക്കണത് ഇപ്പോഴും ആ മറ്റേ കാര്യം വിചാരിച്ചിരിക്കുക. കുറ്റിപ്പുറത്തുനിന്ന് കൊണ്ട് ഓടിച്ച മാതിരി അതല്ലട്ടത്. ഇത് വേറെ കഥ. എല്ലാത്തിനും പോയി തല്ലടല്ലേ കേട്ടോ. അനക്ക് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ബൊന്തയിലോ കുറ്റിക്കാട്ടിലോ അവിടെ വണ്ടിയുടെ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും നടക്കട്ടെ, പാലത്തിന്റെ ചോട്ടിലൊക്കെ ആയിട്ട്. ഇതിനൊന്നും പോയിട്ട് ഇതാക്കണ്ട. ആധികാരികമായിട്ട് പഠിച്ചിട്ട് പിന്നെ മോദി സാറൊക്കെ മോശിയായിരിക്കണം. അനക്ക് ഇനിയിപ്പോ മോദിനെ പറഞ്ഞു കഴിഞ്ഞാൽ അനക്ക് മോദിനെ ആൾക്കാരൊക്കെ പാടാൻ എടുത്തിട്ട് പെരുമാറുമല്ലോ. അപ്പൊ പതുക്കെ സാറ് അനക്കുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു സുവാസു ആണ്. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു. അതാണ് എൻ്റെ അവസ്ഥ. പോടക്കുണ്ടാവുന്നത്. ഇത് ഇനി കുറ്റിപ്പുറം പാലത്തിന്റെ ചോട്ടുന്ന് മറ്റേ ചെക്കന്മാർ ഓടിച്ച അടിയച്ചിട്ടെങ്കിത് അതൊന്നും അല്ലാതെ ഇട്ടാ നായി പുതിയതുകൊണ്ടെങ്കിൽ വരുവേ.